മീനാക്ഷി എന്തോ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് എന്ന് ഇന്റർവ്യൂവിൽ തെളിയിച്ചു. ഞാൻ വളരെയധികം ചെയ്തു. ഈ ഇന്റർവ്യൂവിന്റെ അവസാനമായിട്ട് മലയാളികളോടും ചോദ്യം ശരിയില്ലയുടെ പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കേട്ടിരുന്നതിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും വളരെ പേഴ്സണലായിട്ട് ഇപ്പം എന്നോട് തന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇപ്പം മോളുടെ ഇൻ്റർവ്യൂസ് ഞാൻ എൻ്റെ മക്കൾക്ക് കാണാൻ കൊടുക്കാറുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതെനിക്ക് വളരെ സന്തോഷമാണ്. അവരെ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്ക് അത് റെഫർ ചെയ്യുന്നു. പക്ഷെ അപ്പോൾ പോലും ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ഓക്കെ, എന്നാലും അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും ഈ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് പലരുടെയും, എൻ്റെ മാത്രമൊന്നുമല്ല, എൻ്റെ അങ്ങനെ അധികം വന്നിട്ടുമില്ല അങ്ങനെ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, പല ആൾക്കാരുടെയും നമ്മൾ ഈ ഷോർട്സ് ഒക്കെ മാത്രം കണ്ട് അവർ പറഞ്ഞൊരു വിഷയത്തെപ്പറ്റി ജഡ്ജ് ചെയ്യാതെ നമ്മൾ പറ്റുകയാണെങ്കിൽ ആ ഇൻ്റർവ്യൂ കൊണ്ട് എന്താണ് അവർ പറഞ്ഞ ആ വിഷയം എന്ന് സംസാരിച്ചത് മനസ്സിലാക്കി, നമുക്ക് വേറെ അഭിപ്രായമായിരിക്കാം, പക്ഷെ അത് അവരുടെ അഭിപ്രായമായിട്ട് കണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാൻ പറയുന്ന അഭിപ്രായം ആയിരിക്കണം എന്നില്ല ചേട്ടന്. ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും രണ്ട് അഭിപ്രായമുള്ള ആൾക്കാരാണ്, രണ്ട് പേഴ്സ്പെക്റ്റീവ്സ് ഉള്ള ആൾക്കാരാണ്, രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പം ചേട്ടൻ പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു, പക്ഷെ ആ റെസ്പെക്റ്റോട് കൂടി തന്നെ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം അതല്ല, മറ്റൊന്നാണ്. അപ്പം അങ്ങനെ സംസാരിച്ചാൽ കുറച്ചുകൂടെ രസമായിരിക്കും. പല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പോൾ കമൻസിലായാലും ഒക്കെ നമ്മൾ ഒരുപാട് പേഴ്സണലി ഫ്രസ്ട്രേറ്റഡ് ആവേണ്ടി വരും. ഇപ്പോൾ പറയുന്ന പോലെ ഈ നെഗറ്റീവ് കമൻസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ നമ്മളായാലും ഇതിനെപ്പറ്റി ഓർത്ത് ഒരുപാട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെപ്പറ്റി ഇങ്ങനെ ആ പറഞ്ഞത് മോശമാണ്, ആ ചെയ്തത് മോശമാണ്, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി തെറ്റായ അഭിപ്രായമാണെങ്കിൽ ആ രീതിക്ക് അത് പറയാം, എനിക്ക് അഭിപ്രായമല്ല, മറത്തൊന്നാണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കുറച്ചുകൂടെ ഓഡിയൻസും കൂടുതലായിരിക്കും. നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന രീതിയും കുറച്ചുകൂടെ വ്യത്യാസപ്പെടും. നമ്മൾ മെൻ്റലി ഇത്രയും ഒരു സ്ട്രെസ് എടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ പലർക്കും പല അഭിപ്രായമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ചർച്ച കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളെപ്പോലുള്ള എല്ലാവരും കേൾക്കാനുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നതും, അല്ലേ? നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഇത്തരം ചോദ്യങ്ങൾ വരുന്നതും എനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നതും ഒക്കെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് എന്നതുകൊണ്ട് മാത്രം എനിക്ക് അവസരങ്ങൾ വരുന്നില്ല, അല്ലേ? എനിക്കിപ്പം ഒരാൾ എൻ്റെ കൂടെ ഒരു ഇൻട്രാക്ഷന് താല്പര്യപ്പെടണം എന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നിപ്പം നിങ്ങൾക്കും കൂടെ തോന്നുന്നത് കൊണ്ടല്ലേ ഇപ്പം ഈ ചാനലിലേക്ക് ഈ കുട്ടിയെ വിളിക്കാം എന്ന് തോന്നി ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും എന്നൊരു ഒന്ന് രണ്ട് പേര് കാണുമായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ആർക്കൊക്കെയോ ഈ കൊച്ചിനെ അറിയാം എന്ന് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പം അത് ഇങ്ങനെ കുറച്ച് പേരുള്ളത് കൊണ്ടാണ് ഇപ്പം എനിക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സംസാരിക്കാനും പല കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളാണ്. എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആരോടും അങ്ങനെ എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഉള്ള ആളല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട.